എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പല വീടുകളിലും വാഹനം എടുക്കുന്നത് തന്നെ ആൾക്കാരുടെ എണ്ണത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ 5 സീറ്റർ ആയിട്ടുള്ള വാഹനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന 5 സീറ്റർ വാഹനങ്ങളാണ്. എന്നാൽ ചില വീടുകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തേക്ക് വീട്ടുകാർ എണ്ണം കൂടുതലായിരിക്കും. പ്രധാനമായിട്ടൊരു അച്ഛൻ, അമ്മ, 2 മക്കൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കാറ് മര്യാദ വരുമെന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ നോക്കുന്ന ഒരു 7 സീറ്റർ ആയിട്ടുള്ള ഒരു വാഹനങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് ഓപ്ഷൻ ഉള്ള വാഹനങ്ങളിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലെവലിൽ നല്ലൊരു വാഹനം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. അപ്പോൾ മിക്ക വാഹനങ്ങളും നമ്മൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്. എന്നാൽ അതിനൊരു ഓപ്ഷനുമായിട്ടാണ് നിസാൻ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ഗ്രാവൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ റെനോയുടെ റീബാഡ്ജഡ് വന്നിരിക്കുന്ന ഒരു വേർഷനാണ്, ട്രൈബറിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ്. അതാണ് ഏറ്റവും ആകർഷണമായിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്. എക്സ്ഷോറൂം പ്രൈസിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ബേസ് വേരിയൻ്റായിട്ട് വരുന്ന വാഹനത്തിന് 5,65,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുന്ന സമയത്തേക്ക് 6,79,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഒരു 7 സീറ്റർ വാഹനം 6,79,000 രൂപയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ഗ്രാവൈറ്റിൻ്റെ ലോഞ്ച് എഡിഷൻ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1,001 പീസസ് മാത്രമേ ഉള്ളൂ. ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിനകത്ത് ഒരു 45,000 കിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ലോഞ്ച് എഡിഷൻ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് മെയിനായിട്ട് കുറച്ച് അക്സസറികളും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പോകാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇത് മാനുവലാണ് വരുന്നത്. 9,99,000 രൂപയാണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കോൺഫിഗറേഷൻസ് ആണ്. ഇത് നമുക്ക് 2 മുതൽ അല്ലെങ്കിൽ 2 സീറ്റർ മുതൽ നമുക്ക് 7 സീറ്റർ വരെയുള്ള പല കോമ്പിനേഷൻസിൽ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ലൈക്ക് അതിന് കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന് മറ്റുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ നോക്കാം. ഡയമെൻഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ഒരു ട്രൈബറിൻ്റെ അതേ ഡയമെൻഷൻസ് തന്നെ വരുന്നത് 3,987 മില്ലിമീറ്റർ ആണ് വരുന്നത് വാഹനത്തിന്. അപ്പം ഈ ഒരു സബ് 4 മീറ്ററിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു 7 സീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അതും ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 7 സീറ്റർ. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ വീട്ടിലെ ഡീപ്പ് ഇതൊരു ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കളറാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി ഉള്ള നമ്മുടെ നിസാൻ പെട്രോൾ അർമാഡ ഈ വരുന്ന വാഹനങ്ങളുടെയൊക്കെ ലൈക്ക് സിഗ്നേച്ചർ ആയിട്ട് വരുന്ന ഫ്ലാഗ്ഷിപ്പ് കളറാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രേ പോലെ തോന്നുമെങ്കിലും ആക്ച്വലി ഇതൊരു ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളറാണ്. നമുക്ക് മൊത്തം 5 കളർ ഓപ്ഷൻസിലാണ് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. വേരിയൻസിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിയ, അസെൻഡ, എൻകണക്റ്റ, ടെക്ന, അതുപോലെ തന്നെ ടെക്നയുടെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ലോഞ്ച് എഡിഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക്കലി നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ടെക്നയ്ക്കകത്ത് വരുന്ന ലോഞ്ച് എഡിഷനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് റെയിൻ സെൻസിങ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബോണറ്റ് ഏരിയയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വൈപ്പർ വാഷറും കാര്യങ്ങളൊക്കെ ഇരുവശത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞ റൈറ്റ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ട്രൈബറിൽ നിന്ന് വ്യത്യാസമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ പിയാന ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. പുതിയ നിസാൻ്റെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊരു ബഡ്ജറ്റ് ലെവൽ വാഹനമായതുകൊണ്ട് 360 ഡിഗ്രി ക്യാമറാസും കാര്യങ്ങളും കൊടുത്തില്ല. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സെൻസർ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ലോഞ്ച് ഇവൻ്റ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കിതാ ഇങ്ങനെ ഒരു ഇൻസെർട്ട്, ഒരു ഷീ ഷേപ്പ് ആയിട്ടുള്ള ഇൻസെർട്ട് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഏടാം പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലുമിനിയം ഫിനിഷിനുള്ള ഒരു സ്കിഡ് പ്ലേറ്റുകൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഈ സബ് 4 മീറ്റർ വാഹനത്തിനകത്ത് ഒരു 7 സീറ്റർ എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 3,987 മില്ലിമീറ്റർ ആണ്. ഉദാഹരണം പറഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3,995 മില്ലിമീറ്റർ ഒക്കെ വരും. അതുപോലെ തന്നെ മിക്ക വാഹനങ്ങളുടെയും വീൽ ബേസ് സബ് 4 മീറ്റർ വരുന്ന സമയത്ത് 2,500 ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിന് 2,636 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അകത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബേസിക്കലി നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഹുഡിനൊക്കെ ഒരുപാട് ലെങ്ത് ഇല്ല. ഇപ്പോൾ ടയർ ടു ടയർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2,636 വരുന്നത്. അപ്പോൾ അകത്തായിരിക്കും അത്ര ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിസാൻ അല്ലെന്നുണ്ടെങ്കിൽ റെനോ ഇവരുടെ ബ്രാൻഡ്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പേരെടുത്ത് കൊടുത്തെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ കൂടുതൽ ആൾക്കാരെ വഹിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്ന ഓറഞ്ച് കളർ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ലിമിറ്റഡ് എഡിഷനകത്ത് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ടയേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻസിലേക്ക് വരുമ്പോൾ സമയത്ത് 2 വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 14 ഇഞ്ചാണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ 15 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വീൽ കപ്പ് ആണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. കാരണം ഇതൊരു അലോയ് വീൽസ് അല്ല, ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് ആയതുകൊണ്ട് ഇതൊരു വീൽ കപ്പാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ അലോയ്സ് പോലെ തന്നെ ഇരിക്കുന്നുള്ളതാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും ട്രാൻസ്വേഴ്സ് ലിങ്കുകളാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ടിസ്റ്റ് ബി മാക്സിലാണ്
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ടയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മിറേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ഇത് വെൽക്കമിങ് ഫംഗ്ഷൻ ഉള്ള ഇതാണ്. അതിൽ ഓട്ടോമാറ്റിക് ലോക്സ് ഉണ്ട്. അതായത് നമ്മൾ വാഹനത്തിൻ്റെ അടുത്ത് നിന്ന് മാറുന്ന സമയത്ത് വാഹനം ലോക്കാവും, അതുപോലെ ഇത് മടങ്ങി പോവുകയൊക്കെ ചെയ്യും. നമ്മൾ അടുത്ത് വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ആകുന്ന രീതിയിലും കാര്യങ്ങളൊക്കെയാണ്. അത് വാഹനം അൺലോക്ക് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പം മിക്ക വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ മറ്റു കാര്യങ്ങളൊന്നും വാഹനത്തിനകത്തില്ല. ഇതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, LED ആയിട്ടാണ് വരുന്നത്. ഇതാണ് മിറേഴ്സിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്തേക്ക് ഒരു റെയിൻ വൈസറും കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഈ ഒരു ലിമിറ്റഡ് എഡിഷനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ഒരു ക്രോമിയം ബെൽറ്റ് ലൈനും വരുന്നുണ്ട്. ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. ക്രോമിയമായിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോർ ഡെക്കൽ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് ഈ ഒരു ലിമിറ്റഡ് എഡിഷനിലേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു ഗ്രാഫിക് എലമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല സിഗ്നേച്ചറായിട്ട് ഇവരുടെ പരസ്യങ്ങളെല്ലാം ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളർ ഇത് തന്നെയാണ്. നമുക്ക് മെയിനായിട്ട് 5 കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അത് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വേരിയൻസിനകത്ത് ഓരോ കോമ്പിനേഷൻസും നമുക്ക് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ വരുവാണെങ്കിൽ ഫ്യൂൽ ടാങ്കിന് ലിഡ് കാണാം. 40 ലിറ്റേഴ്സ് ആണ് വരുന്നത്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് ആ ഒരു പോർഷൻ പറയുന്ന സമയത്തേക്ക് പറയാൻ നമുക്ക് സാധിക്കും. എ പില്ലറും ബി പില്ലറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വീതിയുള്ള എ പില്ലറും ബി പില്ലറും ഒക്കെ തന്നെയാണ് വാഹനത്തിനകത്തുള്ളത്. അപ്പം തീരെ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ റൂഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റൂഫ് റെയിൽസ് കാര്യങ്ങൾ കാണാം. റൂഫ് റെയിൽസിലേക്ക് വരുമ്പോൾ ഫംഗ്ഷനിങ് ആണ്. 50 കിലോ വരെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റൂഫ് റെയിലിനകത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയൊരു ആൻറ്റിന നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സാധാരണ ലൈക്ക് ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോൾ ഷാർഫിനാണ്, പക്ഷെ അതൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഏറെക്കുറെ എല്ലാം ബഡ്ജറ്റ് ലെവലിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നത്. കാരണം 10 ലക്ഷത്തിന് താഴെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമായിട്ടാണ് ഈ ഒരു വേരിയൻറ്റിനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്ക് പോകാം. എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തേക്ക് നിസാൻ എന്താണ് ഒരു ഡിസൈൻ ഫിലോസഫി ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു വൈപ്പർ വാഷറിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാം. അതപ്പം വൈപ്പേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഫോഗറുള്ള ഗ്ലാസസ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്ന നിസാൻ്റെ പുതിയ ലോഗോയും അതുപോലെ സൈഡിലേക്കുള്ള ഒരു ഇൻസേർട്ടുകളൊക്കെയാണ്. അത് കുറച്ച് പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ LED ആയിട്ട് വരുന്ന നമുക്ക് ടെയിൽ ലാമ്പുകൾ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ ഗ്രാവിറ്റി എന്നുള്ള ഒരു റൈറ്റിംഗ് നമുക്ക് ഇവിടെ എംബോസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ആ ഒരു സീ ഇൻസേർട്ടുകൾ ഈ ഒരു ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓറഞ്ച് കളേഴ്സിലൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. വീതിയേറിയ ബമ്പേഴ്സാണ്. ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3 സെൻസേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റിലേക്ക് വരുവാണെങ്കിൽ ബ്രഷ് ലൈനിയം ഫിനിഷിനാണ് ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നീറ്ററായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും ഇതിൻ്റെ കോൺഫിഗറേഷൻസും ആണ്. ബൂട്ട് സ്പേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം 7 സീറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 65 ലിറ്റർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാലും നമുക്ക് ചെറിയ എന്തെങ്കിലും 2 ബാഗുകൾ വയ്ക്കാം. പക്ഷേ വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ സീറ്റുകളെല്ലാം ഫോൾഡബിൾ ആണ്. ഫോൾഡബിൾ മാത്രമല്ല, നമുക്ക് ഈ സീറ്റുകൾ അഴിച്ചെടുത്ത് പുറത്ത് വയ്ക്കാണ്ട് പറ്റും. നിങ്ങളത് ഓൾറെഡി ട്രൈബറിൽ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഈ സീറ്റുകൾ നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 625 ലിറ്ററിലേക്ക് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് കൊണ്ടുവരാൻ സാധിക്കുക. അതേപോലെ നമ്മളിപ്പോൾ 2 സീറ്റർ കോൺഫിഗറേഷൻ, അതായത് നമുക്ക് ഡ്രൈവറും കോ ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റുകൾ എടുത്ത് മാറ്റാം. മറ്റേത് നമുക്ക് 60-40 മടക്കി വെച്ച് കഴിയുമ്പോഴത്തേനും വലിയൊരു ബൂട്ട് സ്പേസ് ഏരിയയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻസ് ഭയങ്കരമാണ്. നമുക്ക് 2 സീറ്ററായിട്ട് ഓടിക്കാം, 3 സീറ്ററായിട്ട് ഓടിക്കാം, 4 സീറ്ററായിട്ട് ഓടിക്കാം, 5 സീറ്റർ ആക്കാം, 6 ആക്കാം, 7 ആക്കാം. അങ്ങനെ പല കോമ്പിനേഷൻസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പാകത്തിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ടോണും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഒന്ന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഡോർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് ഈ ഡോർ പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കൺട്രോൾസ്, ഡോറിൻ്റെ ലോക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ പഴയ കാറുകളിലൊക്കെ കണ്ടിരിക്കുന്ന അതേ സെറ്റപ്പുകളാണ്. അതുപോലെ നമുക്കൊരു ഡോർ ഹാൻഡിൽസ് നമുക്കിവിടെ കാണാം. മറ്റ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഇതിനകത്തൊരു JBLൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും ആണ് വാഹനത്തിനകത്ത് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോസ് ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അകത്തേക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അകത്തേക്ക് നോക്കിയാൽ അകത്തേക്ക് നോക്കുമ്പോഴാണ് നല്ല പ്രീമിയം ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. സ്വീഡ് ഇൻറ്റീരിയേഴ്സ് വിത്ത് നമുക്കിതിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്തൊരു പാറ്റേൺ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സീറ്റ്സിലേക്കൊക്കെ നോക്കിയാണ് ഇതൊരു കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. നല്ല
പതുപതുത്ത ഒരു ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ചസ് ഒക്കെ ആണെങ്കിലും ആ ഒരു ബോഡി കളറിനോട് റിസംബിൾ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലെതററ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്നത് നമുക്ക് മാനുവലായിട്ടാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ എല്ലാം മാനുവലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കണ്ടിട്ടൊക്കെ വളരെ മനോഹരമാണ്. നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സീറ്റുകളാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഈ ഒരു മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. പതുപതുത്ത ഒരു തുണിയാണ്, ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് വരുന്നത്. നമുക്കവിടെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് കുറച്ച് വീതി കുറവുള്ള പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. ലൈക്ക് പിന്നെ ഈ വാഹനത്തിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ടത് പറയാനില്ല. പിന്നെ ഹെഡ് റെസ്റ്റുകൾ ഈ വാഹനത്തിനകത്തില്ല, സീറ്റിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലൈക്ക് ഒരു റേസിംഗ് സീറ്റ് പോലെയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നം പറയാനൊന്നുമില്ല. പിന്നെ സീറ്റിൻ്റെ പൊസിഷൻസ് കൊള്ളാം, ഹൈറ്റ് കുറച്ചുകൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു റോഡ് പൊസിഷൻ കിട്ടും. ലേഡീസിനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ ലെതറായിട്ട് വരുന്ന ലൈക്ക് ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിസാൻ്റെ ലോഗോ കാണാം. പിന്നെ ഈ ഒരു സാധാരണ കാറുകളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്ങും അതുപോലെ ഈ വശത്തേക്ക് വരുമ്പോൾ മീഡിയയുടെ കൺട്രോൾസാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തേക്ക് കുറച്ച് അക്സസറി ഒക്കെ കേട്ടോ ഈ ഒരു ലിമിറ്റഡ് എഡിഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലംബർ സപ്പോർട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, ഒരു ഗിമിക്സ് എന്ന് വേണമെങ്കിൽ ഇപ്പം പറയാം. അതുപോലെ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വന്ന ട്രൈബറിലൊക്കെ ഉള്ള അതേ ഡാഷ്ബോർഡ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഭാഗമൊക്കെ ഒരു വുഡൻ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അത് കോൾഡ് ഗ്ലോ ബോക്സ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് ഒരു സാധനമാണ് കേട്ടോ, ഒരു ബഡ്ജറ്റ് ലെവൽ വാഹനമായിട്ടുള്ളതുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തൊരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വന്ന ഒരു 7 ഇഞ്ചസിൻ്റെ ഒരു പാനലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. TPMS ഒക്കെ എനേബിൾഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതും മൾട്ടി കളർ പോലെ തോന്നുന്ന ഒരു സാധനമാണ്. എന്നാലും ബേസിക്കലി ഒരു നല്ല ലൈക്ക് ഒരു ഫീലും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ വശത്തേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെയും നമുക്കൊരു തട്ടുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാനുള്ളൊരു തട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് അല്ല, താഴെയാണ് വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു പോർട്ട് കണക്ടിവിറ്റി ഒന്നുമില്ല, പക്ഷേ USB-യുടെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ക്രൂയിസ് കൺട്രോൾ ഓഫ് ചെയ്യാനും ഓണാക്കാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മാനുവലായിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. ഇതൊരു 5 സ്പീഡ് മാനുവലാണ് വരുന്നത്. നമുക്കിതിനകത്തൊരു AMG ട്രാൻസ്മിഷനുണ്ട്, ഈസി ഷിഫ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് 5 സ്പീഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആംബിയൻ ലൈറ്റിങ്സ്, മൂഡ് ലൈറ്റിങ്സ് ഈ ഒരു വേരിയൻറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള ഇതാണ്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. രാത്രിയാണെങ്കിൽ നമുക്കത് കൂടുതൽ വിസിബിളായിട്ട് കാണുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ കണ്ടോ ഒരു എയർ പ്യൂരിഫയർ, അത് ഈ വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ലിമിറ്റഡ് എഡിഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു എയർ പ്യൂരിഫയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതൊരു കപ്പ് ഹോൾഡറിനകത്താണ് അവർ വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസിൽ ജസ്റ്റ് ഒരു കപ്പ് വയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ ഹാൻഡ് ബ്രേക്കുകളാണ് ഈ ഒരു വശത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഡീപ്പറായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഫാനിൻ്റെ ബാക്കിലുള്ള ആൾക്കാർക്ക് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമാണ്. ഇതിനകത്ത് AC-യുടെ വെൻറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 4 വെൻറ്റുകൾ, സെക്കൻഡ് റോയിൽ 2 വെൻറ്റുകൾ, ബാക്കിൽ 2 വെൻറ്റുകൾ, അങ്ങനെ മൊത്തം 8 വെൻറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് ഇതിന് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ആയിട്ട് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അഡാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. വാഹനം വളരെ ബഡ്ജറ്റ് ലെവൽ വന്നിരിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊന്നും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന് പ്രധാനമായിട്ട് സെക്കൻഡ് റോയും തേർഡ് റോയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഈ ഒരു 7 സീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിരിക്കും, കാരണം ഒരു സെറ്റപ്പിൽ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ലെഗ് റൂം കണ്ടോ, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് റൂം ഈ വാഹനത്തിന് വന്നത്. ഹെഡ് റൂം ഉണ്ട്. അതായത് നോർമലി ഉള്ള ആൾക്കാരുടെ ഒരു ശരാശരി ആവറേജ് പൊക്കം എനിക്കേ ഉള്ളൂ, 170 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതായത് 5.6, 5.6 ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് സൂപ്പറായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് അങ്ങറടിയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലായിരിക്കും. ലൈക്ക് അതിനകത്തുള്ള കോമൺലി നമ്മൾ കണ്ടുവരുന്നത് 6 അടിയിൽ താഴെയുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ AC-യുടെ വെൻറ്റുകൾ ഈ പില്ലറിലാണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വശത്ത് നമുക്കൊരു കൺട്രോൾ നമുക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ കൈ വെച്ചിരിക്കാനുള്ളൊരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഏരിയയൊക്കെ ആണെങ്കിൽ നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യാൻ തോന്നുന്നില്ല. സീറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നേരത്തെ പറഞ്ഞ ആക്സസറി സംഭവങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ബഡ്ജറ്റ് ലെവൽ വാഹനം ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ വരുന്നില്ല. പക്ഷേ ഈ സീറ്റുകളൊക്കെ ISO ഫിക്സ് മൗണ്ട് വരുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 3 സീറ്റ്സിനും നമുക്ക് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 6 എയർ ബാഗിനകത്ത് എയർ ബാഗ്സ് ഇവിടെ ഈ വശത്തേക്കൊക്കെ വരുമ്പം എയർ ബാഗ്സ് ഒക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു റോയും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നൊന്നുമില്ല. ഈവൻ നമ്മൾ ഒരു 4 സീറ്ററായിട്ട് ഈ വാഹനം കൊണ്ടുപോകാനാണെങ്കിൽ അടിപൊളിയായിട്ട് 4 അല്ല 5 ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഇവിടെ 3 പേർക്ക് ഇരിക്കാം. ഈവൻ ലൈക്ക് ഒരു 5 സീറ്റർ ആണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ബാക്കിലെ റോയിലേക്ക് പോകാം, എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഇതിൻ്റെ തേർഡ് റോ സീറ്റുകളാണ് ഇരിക്കുന്നത്. തേർഡ് റോ സീറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്തേക്ക് വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്ക് ഇരിക്കാം. കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പ്രധാനമായിട്ടും കുട്ടികളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഈ തേർഡ് റോ വരുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിലയ്ക്ക് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ് എന്നുള്ളൊരു മനസ്സിലേക്ക് വരണം. കാരണം 7 ലക്ഷം രൂപ പോലും വേണ്ട, 6,91,000 രൂപയ്ക്ക് നമുക്കിത് ഓൺ റോഡ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആലോചിക്കണം. അങ്ങനെ വരുന്ന സമയത്തേക്ക് കൊച്ചു കുട്ടികൾ ഇപ്പോൾ ഏകദേശം ഒരു 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇനി ബാക്കിലേക്ക് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫോൺ ചാർജിങ്ങുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം സി പോർട്ടിലാണ് ലൈക്ക് ഒരു USB പോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. AC-യുടെ വെൻറ്റുകൾ നമുക്ക് ഇവിടെ ഈ വശത്തേക്ക് കാണാം. അപ്പോൾ AC-യുടെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അതുപോലെ 2 ഹെഡ് റെസ്റ്റുകൾ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റുകൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റുകൾ പ്രധാനമായിട്ടും ലൈക്ക് വല്ലപ്പോഴും ഒരു എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ പോകുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു സീറ്റ് റോയും കൂടെ വേണ്ടി വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്കൊരു 5 സീറ്ററോ 4 സീറ്ററോ ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് നോക്കാം. എഞ്ചിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ എഞ്ചിൻ ഓപ്ഷനെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. 999cc വരുന്ന ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് ഒരു 1 ലിറ്റർ എഞ്ചിനാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓൾറെഡി ഈ വാഹനത്തിനകത്ത് അതായത് ട്രൈബറിലൊക്കെ ഉണ്ടായിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ്, B4D എന്ന് പറഞ്ഞ എഞ്ചിൻ തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ക്യാബിനറ്റ് റൂം ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസി ആയിട്ടുള്ള ഒരു ക്യാബിനറ്റാണ് വാഹനത്തിൽ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ്. കാരണം സബ്മേഴ്സിബിൾ ആയിട്ടുള്ള സബ്മേർജിങ് എഞ്ചിൻ വേണമെന്നുള്ളതാണ്. ആക്സിഡൻ്റ് ഒക്കെ ആയാലും ഒടിഞ്ഞ് താഴോട്ട് പോകണം, ക്യാബിനിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുള്ളൊരു സ്പേസിങ് കാര്യങ്ങൾ ഈ വാഹനത്തിനകത്ത് അവർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 72 PS പവറും അതുപോലെ 96 Nm ടോർക്കുമാണ് വാഹനം ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഫിഗേഴ്സൊക്കെ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ട്രൈബറിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസും മൈലേജൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളൊരു 7 സീറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു സമയം വരികയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമില്ലാത്തൊരു വാഹനമാണെന്ന് നമുക്ക് പറയാം. കാരണം ഇത് എടുത്തിരിക്കുന്ന മിക്ക ഫാമിലീസും ഹാപ്പിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ശരിക്കും ഇതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം അത്രയും കുറഞ്ഞ പൈസയിൽ ആൾക്കാരെ കൊണ്ടുപോകും. കാരണം എല്ലാവരെ സംബന്ധിച്ച് ഒരുപാട് പൈസ മുടക്കി ചിലപ്പോൾ ഒരു 7 സീറ്റർ വാങ്ങിക്കാനായിട്ട് പറ്റണമെന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവർ നിലവിൽ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കുന്ന വാറൻറ്റി ഫിഗേഴ്സും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പം ആരെങ്കിലും ഒരു 7 സീറ്ററിലേക്ക് നോക്കുന്നുണ്ട്, ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിസാൻ്റെ ഈ ഒരു ഗ്രാവൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വെൺപാലവട്ടം, ട്രിവാൻഡ്രത്ത് വെൺപാലവട്ടത്തുള്ള മെറിക്കാർ നിസാനിലാണെന്നുള്ളത്. അവിടെ വന്നിട്ടാണ് ഈ വാഹനം റിവ്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ആയിരുന്ന സമയത്ത് നമ്മളൊരു യാത്രയിലായിരുന്നുകൊണ്ട് നമുക്കത് കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 100+ ബുക്കിങ്സ് 2 ദിവസം കൊണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്യാവശ്യം ആൾക്കാർ നോക്കി നിന്ന ഒരു മോഡൽ പോലെയാണ് ഫെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് വേണമെന്ന് എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.